ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നാളത്തെ സൂപ്പർ സ്റ്റാർ ആവാൻ പൊട്ടൻഷ്യലുള്ള ഒരു മലയാളി കൂടി IPL അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. മലപ്പുറത്തുകാരനായ ചൈനാമാൻ ബൗളർ വിഘ്നേഷ് പുത്തൂർ. നമ്മൾ മുംബൈ ടീമിന്റെ സ്ക്വാഡ് അനലൈസ് ചെയ്തപ്പോഴായാലും ഇന്നലത്തെ മാച്ചിന്റെ അതായത് CSK മുംബൈ മാച്ചിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോഴായാലും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൗട്ട് നെറ്റ്വർക്കിനെ പറ്റി. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആസ്പെക്ട് ആണിത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി പൊട്ടൻഷ്യൽ ഉള്ള താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട എക്സ്പോഷർ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ മുംബൈക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ തുടങ്ങിയവരൊക്കെ അതിന് ചില ഉദാഹരണങ്ങളാണ്. മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് അനലൈസ് ചെയ്തപ്പോൾ വിഘ്നേഷ് പുത്തൂർ എന്നൊരു മലയാളി ടീമിലുണ്ടെന്നും എന്നാൽ ഫസ്റ്റ് 11-ൽ വരുമോ എന്ന് അറിയില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത്. വിഘ്നേഷ് പുത്തൂർ എന്ന താരത്തെ പറ്റി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ മലയാളികൾ പോലും അധികം കേട്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. അതിനൊരു കാരണവുമുണ്ട്. വിഘ്നേഷ് ഇതുവരെ കേരളത്തിന്റെ സീനിയർ ടീമുകളിൽ കളിച്ചിട്ടില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുംബൈയുടെ ടാലന്റ് സ്കൗട്ടിന്റെ പ്രസക്തി. വിഘ്നേഷ് കേരള പ്രീമിയർ ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടിയാണ് കളിച്ചത്. മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് ടീം കേരള പ്രീമിയർ ലീഗ് കാണാൻ എത്തുകയും അവിടെ ആലപ്പി റിപ്പിൾസിനായി പെർഫോം ചെയ്യുന്ന വിഘ്നേഷിന്റെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വിഘ്നേഷിനെ ട്രയൽസിന് ക്ഷണിക്കുന്നു. ട്രയൽസിലും മികച്ച പ്രകടനമാണ് വിഘ്നേഷ് കാഴ്ചവെച്ചത്. അതോടെ ലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുന്നു. അവിടെയും തീർന്നില്ല കാര്യങ്ങൾ. SI T20യിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥയിലുള്ള ടീമായ MI കേപ് ടൗണിന്റെ നെറ്റ് ബോളറായി വിഘ്നേഷിനെ അവർ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിക്കുന്നു. അവിടെ റഷീദ് ഖാനെ പോലൊരു വേൾഡ് ക്ലാസ് ബൗളറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വിഘ്നേഷിന് സാധിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസിന്റെ IPL ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ വിഘ്നേഷ് അവരുടെ സ്റ്റാർ ബാറ്റേഴ്സായ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കെതിരെയൊക്കെ ബോൾ ചെയ്യുന്നു. അത്ര എളുപ്പത്തിൽ റൺസ് സ്കോർ ചെയ്യാനാവുന്ന ബൗളർ അല്ല വിഘ്നേഷ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഒടുവിൽ ഈ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവരുടെ തട്ടകമായ ചെപ്പോക്കിൽ സ്വപ്നതുല്യമായ അരങ്ങേറ്റം. CSKയുടെ ക്യാപ്റ്റനായ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഋതുരാജ് ഗെയ്ക്വാദ്, ഒരു പ്രൂവൺ 6 ഹിറ്ററായ ശിവം ദുബെ, ദീപക് ഹൂഡ തുടങ്ങിയവരുടെ വിക്കറ്റ്. ഒടുവിൽ മത്സരശേഷം സാക്ഷാൽ MS ധോണിയിൽ നിന്ന് അഭിനന്ദന വാക്കുകൾ. ഇതിലും മികച്ചൊരു തുടക്കം ഒരു യുവതാരത്തിന് ലഭിക്കാനില്ല. എന്റെ അഭിപ്രായത്തിൽ ഭാവിയിൽ ഒരു സൂപ്പർ താരമാകാൻ പൊട്ടൻഷ്യൽ ഉള്ള താരമാണ് വിഘ്നേഷ് പുത്തൂർ. കാരണം വിഘ്നേഷ് പുത്തൂർ ഒരു ചൈനാമാൻ ബൗളറാണ്. ആ ഒരു സ്കിൽ സെറ്റ് വളരെ റെയറായ ഒന്നാണ്. നിലവിൽ ലോക ക്രിക്കറ്റിൽ തന്നെ വിരലിലെണ്ണാവുന്ന താരങ്ങൾ മാത്രമേ ചൈനാമാൻ ബൗളേഴ്സ് ആയിട്ടുള്ളൂ. ഈ IPL തന്നെ നോക്കിയാൽ നൂർ അഹമ്മദ്, കുൽദീപ് യാദവ്. ഇങ്ങനെ റെയർ ആയ ഒരു സ്കിൽ തേച്ചു മിനിക്കാൻ വിഘ്നേഷിന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സൂപ്പർ താരമായി വളർന്നു വരാൻ വിഘ്നേഷിന് കഴിയും. അതിനുവേണ്ട എക്സ്പോഷറും അറ്റ്മോസ്ഫിയറും എല്ലാം മുംബൈ ഇന്ത്യൻസിൽ കിട്ടുമെന്നത് മറ്റൊരു കാര്യം. നമുക്കിനി മത്സരത്തിലേക്ക് വരാം. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് പതിവ് തെറ്റിച്ചില്ല. അങ്ങനെ ഒരു തവണ കൂടി സീസണിലെ ആദ്യ മത്സരത്തിൽ അവർ തോൽവി അറിഞ്ഞിരിക്കുന്നു. 2012 ശേഷം ഇതുവരെ സീസണിലെ ആദ്യ മത്സരത്തിൽ ജയിക്കാൻ മുംബൈ ഇന്ത്യൻസിനായിട്ടില്ല. ചെപ്പോക്കിലെ പിച്ച് പതിവ് പോലെ സ്പിന്നിനെ പിന്തുണച്ചാൽ ചെന്നൈക്ക് മുൻതൂക്കം ഉണ്ടാവുമെന്നും നൂർ അഹമ്മദ് വളരെ ഡേഞ്ചറസ് ആയി മാറുമെന്നും നമ്മുടെ മാച്ചിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നൂർ അഹമ്മദിനെ നേരിടാനാവാതെ മുംബൈ ബാറ്റർമാർ വിയർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ചെപ്പോക്കിൽ കണ്ടത്. ടോസ് നേടി മുംബൈയെ ബാറ്റിംഗ് അയച്ച CSKക്ക് മികച്ച തുടക്കമാണ് ഖലീൽ അഹമ്മദ് നൽകിയത്. റൺസ് ഒന്നും എടുക്കാനാവാതെ രോഹിത് ശർമ്മ മടങ്ങി. ഓപ്പണിംഗ് ബൗണ്ടറായി വന്ന റിക്കിൾട്ടൺ ആയാലും പിന്നീട് വന്ന വിൽ ജാക്സൺ ആയാലും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്നാണ് ഇന്നിംഗ്സ് ഒന്ന് റീബിൽഡ് ചെയ്തത്. അപ്പോഴേക്കും നൂർ അഹമ്മദ് എത്തി. പിന്നീട് നൂർ അഹമ്മദിന്റെ ഒരു വിളയാട്ടമായിരുന്നു. സൂര്യകുമാർ യാദവിനെ മനോഹരമായ ഒരു പതിൽ നൂർ അഹമ്മദ് ഡിസീവ് ചെയ്തപ്പോൾ സ്റ്റംപിന് പിറകിൽ നിന്ന് MS ധോണി കാര്യങ്ങൾ ഭംഗിയാക്കി. ഒരു മിന്നൽ സ്റ്റംപിംഗ് ധോണിക്ക് മാത്രം കഴിയുന്ന ഒന്ന്. ആ കാര്യത്തിൽ തന്നെ വെല്ലാൻ ഇനിയും ഒരു വിക്കറ്റ് കീപ്പർ ജനിച്ചിട്ടില്ലെന്ന വസ്തുത ഊട്ടിയുറപ്പിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. പിന്നീട് തിലക് വർമ്മ, അരങ്ങേറ്റം കുറിച്ച റോബിൻ മിൻസ്, നമാൻധിർ എന്നിവർ നൂർ അഹമ്മദിന് വിക്കറ്റ് നൽകി മടങ്ങി. 4 ഓവറിൽ വെറും 18 റൺസ് മാത്രം വഴങ്ങിയാണ് നൂർ അഹമ്മദ് 4 വിക്കറ്റുകൾ നേടിയത്. ഇനി 6 മത്സരങ്ങൾ കൂടി ചെപ്പോക്കിൽ ബാക്കിയുണ്ട്. അപ്പോൾ തീർച്ചയായും വിസിറ്റിംഗ് ടീമുകളുടെ പേടി സ്വപ്നമാകാൻ പോകുന്ന താരമാണ് നൂർ അഹമ്മദ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ സ്പിന്നിന് അല്പം പിന്തുണ കിട്ടിയാൽ തന്നെ നൂർ അഹമ്മദ് വളരെ ഡേഞ്ചറസ് ആവും. നൂർ അഹമ്മദിനെ ഹാൻഡിൽ നിന്ന് റീഡ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് നൂറിനെ ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത്. സൂര്യയുടെയും തിലകിന്റെയും ആ പാർട്ണർഷിപ്പ് കഴിഞ്ഞ് കളി കൈവിട്ടുപോയ മുംബൈക്ക് ഒരല്പമെങ്കിലും റെസ്പെക്ടബിൾ എന്ന് പറയാവുന്ന ഒരു ടോട്ടൽ സമ്മാനിച്ചത് ദീപക് ചഹാറിന്റെ ആ ഒരു അവസാനം വന്നൊരു കമിയോയാണ്. 15 പന്തുകളിൽ നിന്ന് 28 റൺസ് നേടി ദീപക് ചഹർ മുംബൈയുടെ മാനം കാത്തു. അത് കഴിഞ്ഞ് CSKയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഗെയ്ക്വാദിന് പകരം രാഹുൽ ത്രിപതിയാണ് ഓപ്പൺ ചെയ്തത്. ത്രിപതിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദീപക് ചഹാറിന്റെ പന്തിൽ വിക്കറ്റ് നൽകി ത്രിപതി മടങ്ങി. എന്നാൽ പിന്നീട് വന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് കളിയുടെ ഗതി മാറ്റിമറിച്ചത്. നമുക്കറിയാം ഗെയ്ക്വാദ് ഒരു ക്ലാസ് പ്ലെയർ ആണ്. വെറും 22 പന്തുകളിലാണ് ഗെയ്ക്വാദ് തന്റെ 50 തികച്ചത്. തന്റെ IPL കരിയറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കൂടിയാണത്. ക്ലാസിക് ഷോട്ടുകൾ കൊണ്ടും 200 മേൽ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്ത് ഇത്രയും വേഗത്തിൽ ഒരു 50 നേടാൻ കഴിയുമെന്ന് ഗെയ്ക്വാദ് തെളിയിച്ചു. ഗെയ്ക്വാദിന്റെ ആ ഒരു ഇന്നിംഗ്സോടെ തന്നെ കളി ഏകദേശം മുംബൈയുടെ കൈവിട്ടു പോയിരുന്നു. എന്നാൽ പിന്നീട് മുംബൈയെ ഒരു പരിധിവരെയെങ്കിലും ആ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത് നമ്മുടെ വിഘ്നേഷ് പുത്തൂരിന്റെ ബോളിംഗ് ആണ്. 3 വിക്കറ്റുകൾ, ഗെയ്ക്വാദ്, ശിവം ദുബെ, ദീപക് ഹൂഡ. അങ്ങനെ വന്നപ്പോൾ ഒരു അല്പമെങ്കിലും ആ കളിയിലേക്ക് തിരിച്ചു വരാൻ മുംബൈ ഇന്ത്യൻസിനായി. മുംബൈ ഒരു 20 റൺസ് കൂടി അധികം നേടിയിരുന്നെങ്കിൽ ഈ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആയേനെ. ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ മികച്ച ഫോമിലുണ്ടായിരുന്ന രച്ചിൻ രവീന്ദ്ര തന്റെ ഫോം ഇവിടെയും തുടർന്നു. ഓപ്പണറായി ഇറങ്ങി പുറത്താകാതെ തന്റെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ രചിനായി.
അങ്ങനെ ഈ സീസണിലെ ആദ്യ മത്സരം ഗംഭീരമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞു. CSKയുടെ കാര്യം പറഞ്ഞ ഞാൻ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ പോലെ ചെപ്പോക്കിലെ പിച്ചിന് അനുയോജ്യമായ ഒരു ടീമാണ് അവരുടേത്. സീസൺ മുന്നോട്ട് പോകുന്തോറും ചെപ്പോക്കിലെ പിച്ച് സ്പിന്നിനെ കൂടുതൽ അനുകൂലിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ടീം വീണ്ടും അപകടകാരികളായി മാറും. ഇവർ എങ്ങനെയാണ് എവേ മാച്ചസിൽ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ അടുത്ത മത്സരത്തിൽ തിരികെ വരുന്നതോടെ ആ മിഡിൽ ഓർഡർ ഒന്നുകൂടി സ്ട്രോങ് ആവും. പിന്നീട് ജസ്പ്രീത് ബുംറയുടെ ഒരു ആബ്സെൻസ് ആണ്. ബുംറ കൂടി തിരികെ എത്തിയാൽ മാത്രമേ അവർക്ക് തങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് ടീമുമായി മത്സരത്തിന് ഇറങ്ങാൻ സാധിക്കൂ. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അല്പം വീക്കായ മുംബൈക്ക് വിഘ്നേഷ് പുത്തൂരിന്റെ ഈ പ്രകടനം തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ്. ഇക്കഴിഞ്ഞ മുംബൈ CSK മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.